നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കാക്കനാട് വാഴക്കാലയിലാണ്. വാഴക്കാലയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് പ്ലസ് ACP വർക്കുകളാണ്. പ്ലസ് ഗ്ലേസിംഗ് ഗ്ലാസിന്റെ വർക്ക് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബിൽഡിംഗ് നമ്മളെങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം സെക്ഷൻ 2.5 x 1.25 എന്ന ലിപ് സെക്ഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെക്ഷനിൽ തന്നെ നമുക്ക് വെയിറ്റ് പല ഡിഫറൻസ് ഉള്ള വെയിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സൈറ്റിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെക്ഷൻ ലെങ്ത്തിന് 2 കിലോഗ്രാം എബവ് വരുന്ന വെയിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഒരു 1.3 മുതൽ നമുക്ക് സെക്ഷൻ വെയിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കുന്നതാണ് 250 രൂപ അല്ലെങ്കിൽ 210 രൂപക്ക് വരെ നമുക്ക് ഗ്ലേസിങ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചെറിയ ഡിഫറൻസുകൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിങ് ഒരുപാട് താഴേക്ക് വരുത്താൻ പറ്റും. 10 mm ടഫൻ ഗ്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ പാർട്ടീഷൻസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം നമുക്ക് വ്യൂനെസ് വേണം. ഒരു ഷോറൂമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള ബിൽഡിങ്സ് ആണ്, കൊമേഴ്ഷ്യൽ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ സെന്റർ അതേപോലെ തന്നെ ഷോറൂംസ് ഇതൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 mm ടഫൻ ഗ്ലാസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 8x6 എന്ന രീതിയിലുള്ള ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ എൻറ്റയർ ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഹലോ ആസിഫ്, എന്തിനാണ് ഈ നമ്മൾ ഈ ബിൽഡിങ്ങിലൊക്കെ ഈ ACP അടിക്കുന്നത്? നമുക്കത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഭിത്തി കെട്ടി പെയിന്റ് അടിച്ച് തീർത്താൽ പോരെ? പിന്നെ കുറച്ച് ഭാഗം മാത്രം ഗ്ലാസ് ഇട്ടാൽ പോരെ? എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ACP ഒക്കെ ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ACP എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ACP നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ACP തന്നെ നമുക്ക് 10 years വാറണ്ടി വരുന്നുണ്ട്. ACP എന്നാൽ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ എന്നതാണ്. അപ്പോൾ ഈ അലൂമിനിയം കോമ്പോസിറ്റേഷൻ പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കളർ ഫെയ്ഡ്നെസ് ഉണ്ടാവില്ല. പിന്നെ കമ്പനി തന്നെ നമുക്ക് 10 years വാറണ്ടി തരുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല, നമുക്കൊരു സ്ട്രക്ചർ പണിതതിന് ശേഷം പെയിന്റ് അടിക്കാനുള്ള ക്യാഷ് സേവ് ചെയ്യാം. ബിൽഡിങ്സിൽ നമുക്ക് തേപ്പിന്റെ കാശ് സേവ് ചെയ്യാം. ബിൽഡിങ്സിൽ വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കും. ഒരു ലീക്കേജ് പോലും അകത്തേക്ക് ഉണ്ടാവില്ല ACP ചെയ്ത് കഴിഞ്ഞാൽ. കറക്റ്റ് സീലന്റ് കാര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ഭംഗി കിട്ടും, നല്ല ഭംഗിയാണ്. ഫെൻസിങ് ആണത്, അലൂമിനിയം ഫെൻസിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണേലും ഒരു ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ എൻറ്റയർ ബിൽഡിങ്ങിൽ കാണുമ്പോൾ ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും ACP ചെയ്ത് നമുക്കൊരു ഹ്യൂജ് ബിൽഡിംഗ് പോലെ നമുക്ക് കാണിക്കാനും പറ്റും. ഇമ്പീരിയ പ്ലസ് സ്റ്റാൻഡേർഡ് 3mm.25 എന്ന ഗ്രേഡിലാണ് ACP നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇമ്പീരിയ ഡീകോറ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ACP പാനൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായി നമ്മൾ കാണുന്നത് 10 years വാറണ്ടിയും 12 years വാറണ്ടി, 15 years വാറണ്ടി, 7 years വാറണ്ടി എല്ലാം കമ്പനി പറയുന്നുണ്ട്. എന്നാൽ പേപ്പറിൽ മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. എങ്കിൽ ഇമ്പീരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 10 years വാറണ്ടി ഷീറ്റിന്റെ ബാക്കിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഏത് ഷീറ്റ് എടുത്താലും ആ ഷീറ്റിന്റെ ബാക്കിലെല്ലാം ഈ പ്രിന്റിങ് ഉണ്ടാവും.